ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം തിരുവചനം. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. പ്രിയമുള്ളവരെ, നന്ദിയുള്ളവരാവുക, എപ്പോഴും നന്ദി പ്രകാശിപ്പിച്ച് ജീവിക്കുക. ഇത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. മറ്റൊന്നുമല്ല, ദൈവം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അനേകം നന്മകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. നന്ദി പറയാതിരിക്കുമ്പോൾ മനുഷ്യജീവിതത്തിൽ നിരാശയും കുറ്റബോധവും അതുപോലെ തന്നെ ജീവിതത്തെ വെറുക്കുന്ന അനുഭവങ്ങളും വ്യക്തികളിൽ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ദൈവം എപ്പോഴും നന്ദി പറയണമെന്ന് ദൈവം ആവശ്യപ്പെടുക. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം കടന്നു വന്നു. കൗൺസിലിങ്ങിന് വന്ന കുടുംബം അവരുടെ ജീവിതത്തിലെ വിഷമതകൾ, പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മക്കളുടെ ജീവിതത്തിൽ വന്ന തകർച്ചകൾ, അസ്വസ്ഥതകളൊക്കെ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ജീവിതമാണോ? എപ്പോഴെങ്കിലുമൊക്കെ നന്ദി പറയാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അവർ മൗനമായിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം വർഷിച്ച അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് നന്ദി പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങൾ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ കുടുംബത്തിൻ്റെ നിരാശയ്ക്ക്, തകർച്ചയ്ക്ക് കാരണം മറ്റൊന്നുമല്ല, ദൈവം വർഷിച്ച അനുഗ്രഹങ്ങളെ അത് തിരിച്ചറിഞ്ഞ് നന്ദി പറയുവാൻ അവർ മറന്നുപോയതാണ് അവരുടെ ജീവിതത്തിലെ നിരാശയുടെ പിന്നിലെന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു സമ്പന്നനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജനാലയിലൂടെ നോക്കിയപ്പോൾ പുറത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ആ ഇടത്ത് നിന്ന് എന്തൊക്കെയോ ശേഖരിക്കുകയാണ്. ഈ ശേഖരിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ, ഈ പാവപ്പെട്ട മനുഷ്യനെ കണ്ടപ്പോൾ സമ്പന്നനായ ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ ആ ഒരു പാവപ്പെട്ടവനാക്കാതെ എനിക്ക് ആവശ്യമായ ഈ അനുഗ്രഹങ്ങൾ തന്നതിന് ഞാൻ നിനക്ക് നന്ദി. പ്രിയമുള്ളവരെ, ഈ പാവപ്പെട്ട മനുഷ്യൻ ആ ചപ്പുകൂനയിൽ നിന്ന് സാധനങ്ങൾ പിറക്കിക്കൊണ്ടിരുന്ന മനുഷ്യൻ പെട്ടെന്ന് അവൻ റോഡിലേക്ക് നോക്കിയപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ കാണുന്നത് ഇങ്ങനെ റോഡിൽ പുലമ്പി നടന്നു പോകുന്ന ഒരു മനുഷ്യൻ, സ്വബോധം നഷ്ടപ്പെട്ട് ഭ്രാന്തനായ രീതിയിൽ നടന്നു പോകുന്ന മനുഷ്യനെ കണ്ടു. പെട്ടെന്ന് ആ ചപ്പുകൂനയിൽ ഇരുന്ന് സാധനങ്ങൾ പിറക്കുന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ ആ പോകുന്ന ആ മനുഷ്യനെ പോലെ സ്വബോധം നഷ്ടപ്പെട്ട് ഭ്രാന്തനായി തീരാതെ എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, റോഡിലൂടെ ഈ മനസ്സിൻ്റെ സമനില തെറ്റിയ നടന്നു പോകുന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് റോഡിലൂടെ ശക്തമായ ഹോൺ മുഴക്കിക്കൊണ്ട് പോകുന്ന ഒരു ആംബുലൻസിലേക്ക് അവൻ ശ്രദ്ധിച്ചു. ആംബുലൻസിലേക്ക് നോക്കിയപ്പോൾ ഒരു രോഗിയെ കൊണ്ട് ആംബുലൻസ് പോവുകയാണ്. സ്വബോധം നഷ്ടപ്പെട്ടെന്ന് തോന്നുമെങ്കിലും ഭ്രാന്തനെന്ന് പറഞ്ഞ് നടന്നു നീങ്ങിയ ആ മനുഷ്യൻ പെട്ടെന്ന് അവനും അറിയാതെ ദൈവസന്നിധിയിൽ മനസ്സുയർത്തി അവനും പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ ആ ഒരു രോഗിയായിട്ട് ഒരു അപകടത്തിൽ വീഴ്ത്താതെ എന്നെ കരുതുന്ന നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ ഹോസ്പിറ്റലിൽ ആംബുലൻസ് എത്തിച്ചേരുമ്പോൾ ആ ആംബുലൻസിൽ മുറിവേറ്റ് കിടന്ന ആ മനുഷ്യനെ ഹോസ്പിറ്റലിലേക്ക് ആ സ്ട്രെച്ചറിലൂടെ കൊണ്ടുപോകുമ്പോൾ ആ മോർച്ചറിയുടെ അടുത്തെത്താറാകുമ്പോൾ ഈ മനുഷ്യൻ കാണുകയാണ്, സ്ട്രെച്ചറിൽ കിടന്ന് മുറിവേറ്റ് കിടന്ന് സ്ട്രെച്ചറിൽ കിടക്കുന്ന ഈ മനുഷ്യൻ കാണുകയാണ് മരിച്ച ഒരു മനുഷ്യനെ മോർച്ചറിയിൽ നിന്ന് ഇറക്കി കൊണ്ടുപോവുകയാണ്. പെട്ടെന്ന് സ്ട്രെച്ചറിൽ മുറിവേറ്റ് കിടന്ന് അവൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ അപകടത്തിൽ എന്നെ മരിക്കാൻ കൊടുക്കാതെ മരണത്തിൻ്റെ കയത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഈ സ്ട്രെച്ചറിൽ ആ മോർച്ചറിയിൽ നിന്ന് ഇറക്കിയ ആ മൃതശരീരം മാത്രം നന്ദി പറയാനായിട്ട് കഴിയാതെ പോയി. കാരണം അവന് നന്ദി പറയാൻ പറ്റുകയില്ല. മരിച്ചവർക്ക് ഒരിക്കലും ദൈവത്തെ നന്ദി പറയാനോ സ്തുതിക്കാനോ പറ്റുകയില്ല. ജീവിക്കുന്നു എന്ന് പറയുന്ന നീ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി പറയാതിരിക്കുമ്പോൾ, നന്ദി പറയാതെ നീ ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നീ ഈ മോർച്ചറിയിൽ നിന്ന് ഇറക്കിയ ഈ മൃതശരീരം പോലെ മൃതമാണ്. മരിച്ചവന് ദൈവത്തിന് നന്ദി പറയാനായിട്ട് പറ്റുകയില്ല.
നീ ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകണമെങ്കിൽ, ആ ജീവിതത്തിൻ്റെ മാധുര്യവും സന്തോഷവും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിക്കുവാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമെന്ന് പറയുന്നത് വിസ്മയത്തിൻ്റെ ദൈവമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെന്നില്ല. ദൈവം വിസ്മയിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് ദൈവം നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെയും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വിസ്മയിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് നന്ദി പറയാനായിട്ട് സാധിക്കുക. ഒരു ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം ഡോക്ടറാകുവാനായിരുന്നു. അവൻ ഡോക്ടറാകുവാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ച് ഇങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, പഠിക്കും. എന്നാൽ അവന് ഡോക്ടറാകാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ദൈവം അവനെ മനോഹരമായി എല്ലാവരും പ്രശംസിക്കുന്ന ഒരു നല്ലൊരു എൻജിനീയറാക്കി മാറ്റി. ഡോക്ടറാകാൻ കഴിയാതെ പോയതിൻ്റെ ഈ നൊമ്പരം അവൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ എൻജിനീയറായിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പേര് അവനെ പ്രശംസിക്കുമ്പോഴും അവൻ അതിൽ സംതൃപ്തി കണ്ട് ദൈവത്തിന് ഒരിക്കൽ പോലും നന്ദി പറയാനായിട്ട് അവന് സാധിച്ചിട്ടില്ല. കാരണം അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വേദനയായിരുന്നു. ഞാൻ ഡോക്ടറാകാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് ഡോക്ടറാകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നൊമ്പരമായിരുന്നു ഉള്ളിൽ കൊണ്ട് നടന്നത്. നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ എൻജിനീയറായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ച് അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ, എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ തരണം, നല്ല മെലിഞ്ഞ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് വേണം. അവൻ്റെ ആഗ്രഹം അതായിരുന്നു. നല്ല വെളുത്ത സൗന്ദര്യമുള്ള ഒരു മെലിഞ്ഞ പെൺകുട്ടിയെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഈ എൻജിനീയറായ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാൽ അവന് വിവാഹ പങ്കാളിയായിട്ട് ജീവിതത്തിൽ കയറി വന്നത് അല്പം കറുപ്പ് നിറമുള്ള, അല്പം വണ്ണമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൻ മനസ്സോടെ, കാരണം വീട്ടുകാരെല്ലാവരും അംഗീകരിച്ചു. എന്തായാലും അവൻ്റെ ഉള്ളിലെ ആ ആഗ്രഹം സാധിക്കാതെ അവന് ദൈവം അല്പം കറുപ്പാണെങ്കിലും വിശ്വസ്തതയുള്ള, സ്നേഹമുള്ള, അവനെ വളരെ ഗൗരവമായി എടുത്ത് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചു. പക്ഷേ അവൻ ഒരിക്കൽ പോലും ഈ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാനായിട്ട് അവന് കഴിഞ്ഞില്ല. കാരണം എന്താണ്? അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു വിഷമമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് വളരെ മെലിഞ്ഞ വെളുത്ത സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ, പക്ഷേ എനിക്ക് കിട്ടിയതോ ഞാൻ ആഗ്രഹിച്ചതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ളത്. നാളുകൾ കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ആഗ്രഹം ജനിക്കുകയാണ്, എനിക്ക് 3 ആൺമക്കൾ ഉണ്ടാകണം, 3 ആൺമക്കൾ മതി. പ്രിയമുള്ളവരെ, ദൈവം അവന് കൊടുത്തത്, ആ കുടുംബത്തിന് കൊടുത്തത് 3 പഠിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കഴിവുകളുള്ള 3 പെൺകുട്ടികളെയായിരുന്നു. അവൻ്റെ ഉള്ളിലെ ആഗ്രഹം 3 ആൺകുട്ടികളെ വേണമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് നടക്കാതെ 3 പെൺകുട്ടികളെ കിട്ടിയപ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നിരാശ, ആകുലത, ഒരു വിഷമം. അവനിങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ നിരാശയ്ക്ക് അടിമപ്പെടാൻ തുടങ്ങി. ഈ കുടുംബനാഥൻ നിരാശയ്ക്ക് അടിമപ്പെടാൻ തുടങ്ങി. അവൻ്റെ കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തി. അവനൊരു രാത്രിയിൽ കിടന്ന് കണ്ണുനീരോടെ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ കരഞ്ഞ് അവനിങ്ങനെ കിടക്കുന്ന സമയത്ത്, കാരണം നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകലാനായിട്ടും ഇടയായി. കാരണം ഒരു നന്ദി പറയാൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥ അവൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ചിന്ത അവന് വന്നു. ആഗ്രഹിച്ചതൊന്നുമല്ലല്ലോ ലഭിച്ചത്. പ്രിയമുള്ളവരെ, അവനിങ്ങനെ ഒരു രാത്രിയിൽ ബെഡിൽ കിടന്ന് കരയുമ്പോൾ ശാന്തമായ ഒരു സ്വരം അവന് കേൾക്കാനിടയായി. ദൈവം അവനോട് സംസാരിച്ചു. നീ എന്താടാ കരയുന്നത്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ആ സ്വരത്തിൻ്റെ മുമ്പിൽ അവൻ ഉണർന്ന് അവൻ ദൈവവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആഗ്രഹിച്ചത് ഡോക്ടറാകാനായിരുന്നു, എന്നാൽ എനിക്കതിന് സാധിച്ചില്ലല്ലോ. ഞാൻ ആഗ്രഹിച്ചത് മെലിഞ്ഞ സൗന്ദര്യമുള്ള ഒരു പെണ്ണായിരുന്നു, പക്ഷെ അതും എനിക്ക് കിട്ടിയില്ല. ഞാൻ ആഗ്രഹിച്ചത് 3 ആൺകുട്ടികളായിരുന്നു, അതും എനിക്ക് തന്നില്ല. നീ ക്രൂരനായ ദൈവമാ. പെട്ടെന്ന് ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു, നീ ആഗ്രഹിച്ചത് ഞാൻ നിന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ദൈവമാണ്. നീ ആഗ്രഹിച്ചതിനേക്കാൾ വലുതാണ് ഞാൻ നിനക്ക് തന്നത്. കാരണം നീ ആഗ്രഹിച്ചത് ഒരുപക്ഷെ മെലിഞ്ഞ സൗന്ദര്യമുള്ള പെണ്ണായിരിക്കാം. അത് ഞാൻ നിനക്ക് തന്നിരുന്നുവെങ്കിൽ നിൻ്റെ കുടുംബജീവിതത്തിൽ ആ പെൺകുട്ടി നിനക്ക് നഷ്ടപ്പെടുമായിരുന്നു. നിന്നോട് അവിശ്വസ്തത കാണിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവൾ മാറുമായിരുന്നു. എന്നാൽ നിന്നെ സ്നേഹിക്കുവാനും നിന്നോട് വിശ്വസ്തത പുലർത്തുവാനും നിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിന്നോടൊപ്പം ആയിരിക്കുവാനും ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നിനക്ക് തന്നു. വീണ്ടും ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. നീ ആഗ്രഹിച്ചു ഡോക്ടറാകുവാൻ, എന്നാൽ ഡോക്ടറിനേക്കാൾ എല്ലാവരും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന മനോഹരമായൊരു വ്യക്തിത്വമുള്ള ഒരു ജോലി നിനക്ക് തന്നു. ഒരു എൻജിനീയറാക്കി നിന്നെ.
ഞാൻ നിന്നെ അതിലൂടെ വിസ്മയിപ്പിക്കുകയായിരുന്നു. നീ ആഗ്രഹിച്ചത് 3 ആൺകുട്ടികളെയല്ലേ? എന്നാൽ ഞാൻ നിനക്ക് 3 പെൺകുട്ടികളെ, പഠിക്കുന്ന, എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമായിട്ടുള്ള, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, കുടുംബത്തിലെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, നല്ല ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുന്ന 3 പെൺമക്കളെ ഞാൻ നിനക്ക് നൽകി. നിന്നെ ഞാൻ വിസ്മയിപ്പിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പെട്ടെന്ന് ഇവനൊരു സുബോധമുണ്ടായി. അതെ, ആഗ്രഹിക്കുന്നത് കിട്ടുന്നതല്ല സന്തോഷം. ആഗ്രഹിക്കുന്നത് കിട്ടുന്നതിൽ അത് അനുഗ്രഹമെന്ന് പറയാൻ പറ്റുകയില്ല. വിസ്മയിപ്പിക്കുന്ന ദൈവം തരുന്നത് സ്വീകരിച്ച് നന്ദി പറയുന്നതാണ് അനുഗ്രഹം. ആ നിമിഷം മുതൽ അവൻ നന്ദി പറയാനായിട്ട് തുടങ്ങി. അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ തിരിഞ്ഞു നോക്കി. ദൈവം വർഷിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് തിരിച്ചറിഞ്ഞ് നന്ദി പറയാനായിട്ട് തുടങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹവും സംരക്ഷണവും ഭവനത്തിൽ കടന്നു വന്നു. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ദൈവം നമ്മളെ വിസ്മയിപ്പിക്കുന്ന നന്മകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം അറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയണമെങ്കിൽ അനുദിന ജീവിതത്തിൽ നമ്മൾ 3 സ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരായിട്ട് മാറണം. പലപ്പോഴും നമ്മൾ ഇന്ന് സ്വാർത്ഥതയ്ക്ക് അടിമപ്പെടുന്നത് കൊണ്ട് നന്ദി പറയാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ നന്ദി പറഞ്ഞ് ജീവിക്കണമെങ്കിൽ 3 സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നവരായിട്ട് മാറണം. ഇന്ന് തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നിൻ്റെ ജീവിതം നന്ദി പറഞ്ഞ് ജീവിക്കണമെങ്കിൽ നീ 3 സ്ഥലങ്ങൾ കൂടെ ഒന്ന് സന്ദർശിക്കാനായിട്ട് കഴിയണം. ആദ്യത്തേത് ഹോസ്പിറ്റൽ തന്നെയാണ്. കൂടെ ആസ്പത്രികളിൽ സന്ദർശിക്കുമ്പോൾ നീ തിരിച്ചറിയും ദൈവം വർഷിച്ച നിൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ. ജീവിതത്തിൽ എത്രമാത്രം വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം നിനക്ക് നൽകിയത്, നിൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കിയതെന്ന് നീ ഒരു ആസ്പത്രിയിൽ ചെന്ന് സന്ദർശിക്കുമ്പോൾ നിനക്കത് മനസ്സിലാവും. അതുകൊണ്ട് നന്ദി പറയുവാൻ നിനക്ക് സാധിക്കാത്ത ജീവിതമാണെങ്കിൽ നീ ആസ്പത്രി സന്ദർശനത്തിനായിട്ട് പോവുക. അവിടെ നിനക്കൊരു വിവേകവും ജ്ഞാനവും പരിശുദ്ധാത്മാവ് തരും. മറ്റുള്ളവരുടെ കുറവുകൾ, വിഷമതകളും കാണുമ്പോൾ നീ അറിയാതെ ദൈവത്തിന് നന്ദി പറയാനായിട്ട് തുടങ്ങും. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നൽകിയ ആരോഗ്യത്തെ ഓർത്ത്, എൻ്റെ ജീവിതത്തിൽ നൽകിയ സുരക്ഷിതത്വത്തെ ഓർത്ത്, ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയണമെങ്കിൽ നീ കൂടെ ആസ്പത്രി ഒന്ന് സന്ദർശിക്കാനായിട്ട് തയ്യാറാകണം. രണ്ടാമത്, പ്രിയമുള്ളവരെ, വല്ലപ്പോഴുമൊക്കെ ജയിൽ സന്ദർശനത്തിനായിട്ട് പോകണം. തടവറകളിൽ കിടക്കുന്ന അനേകം മനുഷ്യരുണ്ട്. പ്രിയമുള്ളവരെ, അവർ ആഗ്രഹിക്കുന്നത് ഒരു സ്വാതന്ത്ര്യമാണ്. ആ തടവറയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ അവർ മുമ്പൽപ്പെട്ടുകൊണ്ട് ആ തടവറകളിൽ കിടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നിനക്ക് ദൈവത്തിന് നന്ദി പറയാനായിട്ട് കഴിയും. തടവറകളിൽ എത്തപ്പെട്ടവരൊക്കെ ക്രൂരമായ തിന്മകൾ ചെയ്തവർ മാത്രമല്ല, അവർ ആഗ്രഹിച്ചിട്ടില്ല, ഒരിക്കൽ പോലും അവർ ആഗ്രഹിച്ചിട്ടില്ല ഈ തടവറകളിൽ വന്ന് കിടക്കുവാൻ. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാകാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ തകർച്ചകളും പ്രശ്നങ്ങളുമാണ് അവരെ ഈ ഒരു തടവറയിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. നീ തടവറകൾ സന്ദർശിക്കുമ്പോൾ ദൈവം നിനക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ വില നിനക്ക് തിരിച്ചറിയാൻ പറ്റും. നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നന്ദി പറയുവാനും അതുവഴി സാധിക്കും. മറ്റൊന്ന്, വല്ലപ്പോഴുമൊക്കെ സെമിത്തേരി ഒന്ന് സന്ദർശിക്കാൻ കഴിയണം. സെമിത്തേരിയിലേക്കൊന്ന് ചെല്ലാനായിട്ട് കഴിയണം. ഇന്ന് മനുഷ്യൻ മരിക്കുകയില്ല എന്നുള്ള ചിന്തയോടെ, മരണത്തെ ഒഴിവാക്കിക്കൊണ്ട് മരണത്തിൽ നിന്ന് അകന്ന് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് നന്ദി പറയണമെങ്കിൽ, ദൈവം വർഷിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണമെങ്കിൽ നീ വല്ലപ്പോഴുമൊക്കെ ഒന്ന് സെമിട്രിയിലേക്ക് ഒന്ന് പോകണം. അവിടെ നിനക്ക് കാണാനായിട്ട് സാധിക്കും നിൻ്റെ മുമ്പിൽ വിസ്മയകരമായ രീതിയിൽ അഹങ്കരിച്ച് സന്തോഷത്തോടെയൊക്കെ ജീവിച്ച മനുഷ്യജീവിതങ്ങളെ ഒരുപക്ഷെ നിൻ്റെ മുമ്പിൽ നീ ഒരു നാൾ കണ്ടത് അവരിന്ന് ഈ സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട്. നീ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് ഒരു നാൾ കഴിയുമ്പോൾ ഈ മണ്ണ് നിനക്കൊരു മേൽക്കൂരയായിട്ട് മാറും. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മൾ തിരിച്ചറിയണം, ഞാൻ ഇന്ന് ചവിട്ടി നടക്കുന്ന ഭൂമി നാളെ എനിക്ക് ഇതൊരു മേൽക്കൂരയായിട്ട് മാറത്തക്ക വിധം ഞാൻ മൃതനായി ഈ മണ്ണിൻ്റെ അടിയിലേക്ക് പോകേണ്ട വ്യക്തിത്വമാണ്. ഇത് തിരിച്ചറിയുമ്പോൾ ദൈവം തരുന്ന സുരക്ഷിതത്വത്തെയും അനുഗ്രഹത്തെയും നന്മകളെയും ഓർത്ത് നിനക്ക് നന്ദി പറഞ്ഞിരിക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നുണ്ട് 10 കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് ഞങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ 10 കുഷ്ഠരോഗികളെയും ഈശോ സൗഖ്യപ്പെടുത്തി. അതിലൊരുവൻ മാത്രം, വിജാതീയനായ ഒരുവൻ മാത്രം കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് അതിന് നന്ദി പറയുകയാണ്. മറ്റു 9 പേരും അവർ ദൈവത്തിന് നന്ദി പറയാതെ കടന്നു നീങ്ങിയത് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 51-ാം അധ്യായം 1-ാം തിരുവചനം, കർത്താവും രാജാവുമായവനെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരണം ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് ഓരോ ദിവസവും അനേകം കാര്യങ്ങളുണ്ട്. ഓരോ നിമിഷവും നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം പോലും അവൻ്റെ കരുതലും സ്നേഹവുമില്ലേ.
എത്രയോ മനുഷ്യർ കൃത്രിമമായ ശ്വാസോച്ഛ്വാസം സ്വീകരിച്ച് അവർ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു പോകുന്നു. ദൈവം ആ കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിൻ്റെ അവസ്ഥയിലേക്ക് വിടാതെ നിനക്ക് സ്വതന്ത്രമായി നിനക്ക് തന്നെ ശ്വാസം എടുക്കുവാൻ ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ശ്വാസത്തിന് നീ എത്ര നേരം നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഓരോ സംഭവങ്ങൾ, ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ ധ്യാനിക്കുമ്പോൾ നിനക്ക് നന്ദി പറയുവാൻ ഏറെയുണ്ട്. കാഴ്ച, നീ കാണുന്ന കാഴ്ച തന്നെ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ? കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് കാഴ്ചയുടെ ആ വില നിനക്ക് മനസ്സിലാകുന്നത്. അല്പം കണ്ണ് മങ്ങുമ്പോൾ നമ്മൾ ആകുലപ്പെടാൻ തുടങ്ങും. കാഴ്ചയുള്ള തെളിച്ചമുള്ള നാളുകളിൽ നീ ആ കണ്ണിനെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നന്ദി പറയാതെ പോയത് കൊണ്ടല്ലേ നിൻ്റെ ജീവിതത്തിലെ നിരാശയും ആകുലതകളും തിന്മകളും കടന്നു വരുന്നത്. ജീവിതത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിന് കൃതജ്ഞത പറഞ്ഞ് ജീവിക്കുമ്പോൾ ആ മേഖലകൾ അനുഗ്രഹമുള്ളതായിട്ട് മാറും, ബലമുള്ളതായിട്ട് മാറും, സൗഖ്യമുള്ളതായിട്ട് മാറും. ദൈവത്തിന് നന്ദിയും കൃതജ്ഞതയും പറയാതിരിക്കുമ്പോൾ ആ മേഖലകൾ നിരാശയ്ക്കും വെറുപ്പിനും പൈശാചിക തിന്മകളുടെ അവസ്ഥകളിലേക്ക് ആ മേഖലകൾ കടന്നു ചെല്ലും. പൈശാചിക ശക്തികൾ ആ മേഖലകളിൽ കയറിയിരിക്കുന്നത് എവിടെ നന്ദിയില്ലാത്ത സ്ഥലങ്ങളുണ്ടോ അവിടെ പിശാച് കയറിയിരിക്കും. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പിശാച് മാറിപ്പോവും. കാരണം പിശാചിൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നത് എപ്പോഴും പരാതി, കുറ്റം പറച്ചിൽ, പരദൂഷണം ഇതാണ്. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെ, ചുറ്റുപാടുകളിൽ നിന്ന് നീ സ്വീകരിക്കുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്ത് ഓരോ നിമിഷവും നീ നന്ദി പറയാതിരിക്കുമ്പോൾ ആ മേഖലകളിൽ ഒരു പൈശാചിക തിന്മ കടന്നു വരും. ആ തിന്മ നിന്നെ നിരാശയിലും കുറ്റബോധത്തിലും ജീവിതത്തെ വെറുക്കുന്ന അവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കും. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 4-ാം അധ്യായം 6, നന്ദിയോടെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. നന്ദിയോട് വേണം നിൻ്റെ പ്രാർത്ഥനകൾ പോലും ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടത്. നീ പ്രാർത്ഥിക്കുമ്പോൾ നന്ദി പറയുന്നുണ്ടോ? പരാതികളും പരിഭവങ്ങളും മാത്രം പറയുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമാണെങ്കിൽ നന്ദി പറയുന്ന ഒരു പ്രാർത്ഥനയിലേക്ക് നിൻ്റെ ജീവിതത്തെ ഉയർത്താനായിട്ട് കഴിയണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 21 വചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടത്തേക്ക് നന്ദി പ്രകടിപ്പിച്ചില്ല. അതുമൂലം എന്താണ്? അവരുടെ ഹൃദയത്തിൽ അന്ധകാരം കടന്നു ചെന്നു. നന്ദി പറയാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അന്ധകാരം കടന്നു വരും. ഈ അന്ധകാരം എത്രമാത്രം പാപത്തിൻ്റെ മ്ലേച്ഛതകളിൽ ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുമെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായം 21 മുതലുള്ള വചനമെന്ന് നമ്മൾ ധ്യാനിക്കണം. ഈ വചനം, തിരുവചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നീ നന്ദി പറയാത്ത വ്യക്തിയാണെങ്കിൽ സ്നേഹത്തോടെ പറയുകയാണ്, നിൻ്റെ വീട്ടിലുള്ള വിശുദ്ധ ഗ്രന്ഥമൊന്ന് എടുക്കുക, ദൈവവചനമൊന്ന് എടുത്ത് തുറന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനമൊന്ന് എടുത്തിട്ട് 1-ാം അധ്യായം 21 മുതലുള്ള തിരുവചനമൊന്ന് നീ വായിക്കണം. അവിടെ നിനക്ക് കണ്ടെത്താം, പരിശുദ്ധാത്മാവ് വലിയൊരു യാഥാർത്ഥ്യം നിന്നെ പഠിപ്പിക്കും. നന്ദി പറയാതിരുന്നാൽ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏകദേശം 25 അനർത്ഥങ്ങൾ ഈ വചനത്തിൻ്റെ ഭാഗത്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. ജീവിതത്തിൽ നന്ദി പറയാതെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ഏകദേശം ഒരു 25ഓളം തിന്മകൾ ഈ വചനഭാഗങ്ങളിൽ നിനക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയാതെ ജീവിക്കുന്ന ജീവിതമാണെങ്കിൽ ഇന്നത് തിരുത്തുവാൻ നീ തയ്യാറാവുക. അതിന് നിന്നെ സഹായിക്കുന്ന ദൈവവചനം, നിൻ്റെ ഭവനത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥം എടുത്തൊന്ന് തുറന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായം ഒന്ന് എടുക്കുക. അതിലെ 21 മുതലുള്ള തിരുവചന ഭാഗം ഒന്ന് ശാന്തമായിട്ടൊന്നിരുന്ന് വായിക്കുക. അവിടെ പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. നന്ദി പറയാതെ പോയത് കൊണ്ടല്ലേ, നന്ദി പറയാതെ ജീവിച്ചത് കൊണ്ടല്ലേ ഈ അതിക്രമങ്ങളും തിന്മകളും മ്ലേച്ഛതകളും ദൈവത്തെ പോലും നിന്ദിക്കുന്ന ജീവിതവുമായി നിൻ്റെ ജീവിതം തരം താഴ്ന്നത്. ഈ തിന്മകളിൽ നിന്ന് നിനക്ക് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, ഈ തിന്മകൾ നിൻ്റെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, നിൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ നീ നന്ദി പറയാനായിട്ട് തുടങ്ങണം. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ നമുക്ക് നന്ദി പറയുന്നവരാകാം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴും നന്ദി പറയുന്ന ഒരു ജീവിതമാണ്. ഇന്നത്തെ വചനത്തിൽ ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ദൈവം ഇത്രമാത്രം അനുഗ്രഹിച്ചിട്ട് നന്ദി പറയാതെ പരാതിയും കുറ്റം പറച്ചിലും മാത്രം പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം നൊമ്പരപ്പെടുന്നുണ്ട്. ഇത്രമാത്രം കരുതലും സ്നേഹവും സൗഖ്യവും അനേകർക്ക് കൊടുത്തിട്ട് നന്ദി പറയാതെ ജീവിക്കുന്ന ജീവിതങ്ങൾ നമ്മൾ ചുറ്റുപാടുകളിൽ കാണുന്നില്ലേ? ദൈവത്തെ പോലും മറന്ന് ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നില്ലേ? സഹോദരങ്ങളെപ്പോലും മറന്ന് ജീവിക്കുന്ന മനുഷ്യരെ കാണുന്നില്ലേ? ദൈവത്തോട് നന്ദിയുള്ളവരാവുക. മനുഷ്യരോട് പോലും നമുക്ക് നന്ദി വേണം. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളവർ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവയ്ക്കും നമുക്ക് നന്ദി പറയാനായിട്ട് കഴിയണം.
എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എല്ലാ കാര്യത്തിനും നമുക്ക് നന്ദി പറയാൻ കഴിയണം. വിസ്മയിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ ഇരിക്കുമ്പോഴും നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ വലുത് ദൈവത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഈ തിരുവചനത്തിൽ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ കാര്യം, ഡോക്ടറാകാൻ അവൻ ആഗ്രഹിച്ചു, പക്ഷേ ദൈവം അവനെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരു എൻജിനീയറാക്കി മാറ്റി. അവൻ ആഗ്രഹിച്ചു ഒരു വെളുത്ത സൗന്ദര്യമുള്ള സ്ലിമ്മായിട്ടുള്ള ഒരു പെൺകുട്ടിയെ, പക്ഷേ ദൈവം കൊടുത്തത് എന്താണ്? കൂടുതൽ വിശ്വസ്തതയുള്ള, സ്നേഹമുള്ള, വലിയ വെളുപ്പില്ല, ഒരു അല്പം കറുപ്പ് നിറമുള്ള, സ്നേഹിക്കുന്ന ഒരു നല്ലൊരു പെൺകുട്ടിയെ ദൈവം അവന് കൊടുത്തു. ദൈവം അവനെ വിസ്മയിപ്പിക്കുകയായിരുന്നു. കൊടുത്തതിൽ അത് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പിന്നെ നന്ദി പറയാൻ തുടങ്ങി. അവൻ ആഗ്രഹിച്ചത് 3 ആൺകുട്ടികളെയാണ്. പക്ഷേ ഈ 3 ആൺകുട്ടികളെ കിട്ടിയിരുന്നെങ്കിൽ ആൺകുട്ടികളുടെ ജീവിതത്തിൽ തകർച്ചകളും പ്രശ്നങ്ങളും വന്ന് അവനിങ്ങനെ കരഞ്ഞ് നിരാശപ്പെട്ട അവസ്ഥയിൽ വീഴാതിരിക്കുവാൻ ദൈവം മനോഹരമായി വിശ്വസ്തതയും സ്നേഹവും അതുപോലെ തന്നെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരും പ്രീതിക്ക് പാത്രമായി തീരുന്ന വ്യക്തിത്വമുള്ള 3 പെൺകുട്ടികളെ ഈ കുടുംബനാഥന് കൊടുത്തു. അവൻ തിരിച്ചറിഞ്ഞു. ദൈവം ചോദിച്ച ആ ചോദ്യങ്ങളുടെ മുമ്പിൽ അവൻ തിരിഞ്ഞു നോക്കി. അവൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, വിസ്മയിപ്പിക്കുന്ന ഒരു ദൈവം, ചോദിച്ചതിനേക്കാൾ അധികമായ അനുഗ്രഹങ്ങൾ തന്ന ഒരു ദൈവം എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അവൻ നന്ദി പറയാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞ ഒരു ചെറിയ കഥ പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും, ധനാഢ്യനായ മനുഷ്യൻ ജനൽ തുറന്നപ്പോൾ അവൻ ആദ്യം കാണുന്നത് പാവപ്പെട്ട ഒരു മനുഷ്യനെയാണ്. പെട്ടെന്ന് അവൻ ദൈവത്തിന് നന്ദി പറയാനായിട്ട് തുടങ്ങി. ആ പാവപ്പെട്ട മനുഷ്യൻ, അവൻ നോക്കുമ്പോൾ റോഡിൽ മാനസിക സമനില തെറ്റിയ ഒരു മനുഷ്യനെയാണ് കാണുന്നത്. അവൻ പെട്ടെന്ന് അവനും നന്ദി പറയാനായിട്ട് തുടങ്ങി. ആ മാനസിക സമനില തെറ്റിയ മനുഷ്യൻ, അവൻ റോഡിൽ നോക്കുമ്പോൾ ആംബുലൻസിൽ ഒരു രോഗിയെ കൊണ്ടുപോകുന്നു. പെട്ടെന്ന് അവനും നന്ദി പറയാനായിട്ട് തുടങ്ങി. ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്ന് ആംബുലൻസിലൂടെ യാത്ര ചെയ്ത് ഹോസ്പിറ്റലിലെത്തിയ ആ മുറിവേറ്റ മനുഷ്യൻ ഹോസ്പിറ്റലിലെത്തുമ്പോൾ കാണുന്നത് മരിച്ച ഒരു മോർച്ചറിയിൽ നിന്ന് ഒരു മൃതശരീരം എടുത്തുകൊണ്ട് സ്ട്രെച്ചറിൽ നീങ്ങുന്നതാണ്. പെട്ടെന്ന് മുറിവേറ്റ് കിടന്ന അവനും ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി, ജീവൻ നൽകിയതിനെ ഓർത്ത്. പ്രിയമുള്ളവരെ, നന്ദി പറയുവാൻ ഏറെ കാര്യങ്ങളുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നന്ദി പറയുവാൻ ഏറെ കാര്യങ്ങളുണ്ട്. അത് നീ ഇന്ന് പറഞ്ഞു തുടങ്ങിയാൽ നിൻ്റെ ജീവിതത്തിലെ കുറവുകൾ കർത്താവ് എടുത്തുമാറ്റും. നിൻ്റെ കുടുംബത്തിലെ നിരാശ എടുത്തുമാറ്റും. നിൻ്റെ കുടുംബത്തിലെ കടബാധ്യത കർത്താവ് എടുത്തുമാറ്റും. നിൻ്റെ കുടുംബത്തിലെ വേദനകളും തിരസ്കരണങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നീങ്ങിപ്പോകണമെങ്കിൽ നീ നന്ദി പറഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറുക. എല്ലാവരോടും നന്ദിയുള്ളവരാകാം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. സ്നേഹത്തോടെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ ഭവനങ്ങളിലെ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായം ഒന്നെടുത്ത് ധ്യാനപൂർവം വായിക്കാനായിട്ട് തുടങ്ങുക. അവിടെ നന്ദി പറയാതെ ജീവിച്ചാൽ ഉണ്ടാകാവുന്ന തിന്മകളും തകർച്ചകളും മനോഹരമായി പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. നന്ദി പറയാതെ ജീവിച്ചാൽ ഉണ്ടാകുന്ന തകർച്ചകളും ദുരിതങ്ങളും നീ തിരിച്ചറിയുമ്പോൾ, നന്ദി പറഞ്ഞ് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ ഈ തിന്മകൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം എടുത്തു മാറ്റും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമുക്കൊരു ദൈവമുണ്ട്. നാം വിശ്വസിക്കുന്ന ഒരു ദൈവം വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു ദൈവമാണ്. വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നമുക്ക് നന്ദി പറയാതിരിക്കാൻ എങ്ങനെ പറ്റും? ജീവിതം മുഴുവനും വിസ്മയമല്ലേ? ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ വിസ്മയം തീർത്ത് നമ്മുടെ മുമ്പിൽ നമ്മെ സ്നേഹിച്ച് നിൽക്കുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോൾ എന്തിന് നമ്മൾ നിരാശപ്പെട്ട് നന്ദി പറയാതെ ജീവിക്കണം? നന്ദി പറയുവാൻ എനിക്കേറെയുണ്ടെന്ന് വാശിയോടെ ഓരോ ദിവസവും പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാം. അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ജീവിതമാക്കി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി പിടിച്ച് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18 എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുവിൻ, എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ദൈവമേ, ഈ ഇഷ്ടം ഞങ്ങൾ ഓരോരുത്തരും പൂർത്തീകരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി മാറുവാൻ, ജീവിതത്തിൽ ദൈവം വർഷിച്ച അനുഗ്രഹങ്ങളെ ധ്യാനിച്ച് ഞങ്ങളുടെ ഇഷ്ടങ്ങളെക്കാളുപരി വിസ്മയിപ്പിക്കുന്ന ദൈവം അത്ഭുതങ്ങൾ തീർത്ത സംഭവങ്ങളും അനുഭവങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്ദി പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകാവുന്ന വലിയ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും തിരിച്ചറിഞ്ഞ് എപ്പോഴും നന്ദി പറയുന്നവരാകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ.